ഹലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എല്ലാവരും ഓണത്തിനെ വരവേൽക്കാനൊക്കെ റെഡി ആയിരിക്കുമായിരിക്കും അല്ലേ? ഞാൻ കുറച്ചധികം ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, എനിക്കൊരു ചെറിയ ഓൺലൈൻ ബൊട്ടീക്ക് ഉണ്ടായിരുന്നു. ആദ്യം ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഓഫ്ലൈനും കൂടി കസ്റ്റമേഴ്സിന് വന്ന് നോക്കാനുള്ളൊരു രീതിയിലും കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൊട്ടീക്ക് നമ്മൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കുറച്ചും കൂടി സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ മാറിയത്. അപ്പം പുതിയൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒത്തിരി തിരക്കുകളാണ്. അതിൻ്റെ ഷിഫ്റ്റിങ്ങും ഇനാഗുറേഷനും എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മന്ത് വീഡിയോസ് ഒന്നും തന്നെ നേരെ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ട്രിവാൻഡ്രം ശ്രീകാര്യം ചെക്കാലമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ്. അത്യാവശ്യം കാർ പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അനോക കളക്ഷൻസ് എന്നാണ് ഷോപ്പിന്റെ പേര്. ഇതൊരു ഡിസൈനർ ബൊട്ടീക്ക് അല്ല കേട്ടോ. ഞാനത് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരുവിധം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോറായിട്ട്, ലേഡീസ് സ്റ്റോർ ഇൻക്ലൂഡിങ് ഫാൻസി ഒക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കുർത്തീസ്, ഡ്രസ് മെറ്റീരിയൽസ്, അതുപോലെ ലേഡീസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പതുക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ്. ഒരുവിധം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കളക്ഷൻസ് ഇനിയും വരാനുണ്ട്. ഓണത്തിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയുമ്പോൾ കൂടുതൽ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാൻസി ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന കമ്മല്, മാല, പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫാൻസി ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം. താങ്ക് യു. ഓണത്തിന് വേണ്ടിയിട്ട് കുറേ റെസിപ്പീസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഒരു പരിപ്പ് കറി മാത്രമാണ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു പായസമെങ്കിലും ഉണ്ടാക്കാതിരുന്നാൽ ഒരു വിഷമമാണ്. അപ്പോൾ ഇന്നൊരു അടിപൊളി കളർഫുൾ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. സേമിയ പായസമൊക്കെ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് നെയ്യിൽ ഒരു 1/2 കപ്പ് സേമിയ ഒന്ന് വറുത്തിട്ട് 4 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ച് അതിനകത്തോട്ട് ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാണ്. പഞ്ചസാര കുറച്ച് കഴിഞ്ഞേ ചേർക്കുള്ളൂ കേട്ടോ. ഈ സേമിയ ഒന്ന് വെന്തൊരു 3/4 വേവൊക്കെ ആയതിനു ശേഷം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യണം. സേമിയയിലോട്ട് മധുരമൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിയുമ്പം ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കുക. എല്ലാം ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടം പോലെയാണ്. ബാക്കി വരുന്ന നെയ്യിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബീട്രൂട്ട് പെട്ടെന്ന് വേവും. പിന്നെ നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു ചുവയുണ്ടല്ലോ പച്ചയ്ക്കുള്ള, അതൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയാൽ മതി. ബീട്രൂട്ട് വെന്തിട്ടുണ്ടാവണം, പിന്നെ അതിൻ്റെ ഒരു ചുവയും ഉണ്ടാവാൻ പാടില്ല. ആയിക്കഴിയുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഒത്തിരി സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ മാറും. ഇത്രേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് സേമിയ പായസം റെഡിയായി. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി കളർഫുൾ പായസം റെഡി. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. എല്ലാവർക്കും സന്തോഷ സമാധാനമുള്ള നല്ലൊരു ഓണം ആശംസിക്കുന്നു. ബൈ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.